ഭർത്താവിനിക്ക് വഴിപ്പെടുന്ന സ്വഭാവം വേണം. ആ സ്വഭാവമുണ്ടെങ്കിൽ അക്കാരണം കൊണ്ട് ശുഹദാക്കളെ ദറജ കിട്ടുമെന്ന് പഠിപ്പിക്കുന്നു ഒരു ഹദീസിൽ. മറ്റൊരു ഹദീസിൽ കുറച്ചും കൂടി വിശദമായി വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട അസ്മാഉ ബിൻത് യസീദുൽ അൻസാരിയ, അസ്മാഉ ബിൻത് യസീദ് എന്ന് പറയുന്ന ബുദ്ധിമതിയായ പെണ്ണ് വന്നു. അൻസാരികളിൽപ്പെട്ടവർ, നല്ല ബുദ്ധിയുള്ള സാമർഥ്യമുള്ള ഒരു പെണ്ണ്. എന്നിട്ട് ആ പെൺകുട്ടി വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യം തന്നെ ശ്രദ്ധിക്കണം. നല്ല രസമുള്ള തുടക്കാണ്. അതിസാമർഥ്യമുള്ള ചില പെൺകുട്ടികൾ ഉണ്ടാവും, നല്ല ബുദ്ധിയുള്ള. ഈ അസ്മാഉ ബിൻത് യസീദ് ആ കൂട്ടത്തിലാണ്. അതിസാമർഥ്യമുള്ള ഒരു പെൺകുട്ടിയാണ്. റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുന്നു, ഇന്നല്ലാഹ ബഅസക ഇല റിജാലി വന്നിസാ, നബിയെ തങ്ങളെ അല്ലാഹു നിയോഗിച്ചത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നബിയായിട്ടല്ലേ? ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നബിയല്ലേ തങ്ങൾ, അതോ ആണുങ്ങൾക്ക് മാത്രം നബിയാണോ? ചോദ്യം കണ്ടോ? അങ്ങനെ ഉണ്ടാവും ചോദ്യം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നബിയെ തങ്ങൾ നബിയല്ലയോ? ആ ചോദ്യത്തിൽ തന്നെ ചോദിക്കാൻ പോകുന്ന കാര്യം മനസ്സിലാകുന്നുണ്ട്. പെണ്ണുങ്ങളായി ഞങ്ങൾക്ക് എവിടെയോ ഒരു കുറവുണ്ട്. അങ്ങ് പെണ്ണുങ്ങൾക്കും പ്രവാചകനല്ലേ? അങ്ങ് ആണുങ്ങൾക്കും പെണ്ണുങ്ങളിലേക്കും പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ആളല്ലേ? നബി പറഞ്ഞു, അതേ, എന്താ സംശയം? ഞാൻ പുരുഷന്മാരിലേക്കും നബിയാണ്, സ്ത്രീകളിലേക്കും നബിയാണ്. രണ്ടു കൂട്ടർക്കുമുള്ള നബി ഞാനാണ്. അല്ലാതെ പെണ്ണുങ്ങൾക്കായിട്ടൊരു വനിതാ മെമ്പർ നബി വന്നിട്ടില്ല. പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ നബി അല്ലാഹുവിന്റെ റസൂലാണ്. ഉടനെ ആ സ്ത്രീ പറഞ്ഞു, അതുകൊണ്ടാണ് ആമന്നാ ബിക വത്തബഅനാക യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങൾ തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും തങ്ങളെ സുന്നത്തിനെ പിൻപറ്റി ജീവിക്കുന്നതും അതുകൊണ്ടാണ്, ഞങ്ങൾക്കും കൂടി അങ്ങ് നബിയായതുകൊണ്ടാണ്. എന്നിട്ട് ആ മഹദി പറയാണ്, നഅനു മഹാശറൻ നിസാ, സ്ത്രീ സമൂഹമാകുന്ന ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട് നബിയേ. സ്ത്രീ സമൂഹമാകുന്ന ഞങ്ങൾ മഖ്സൂറാത്തുൻ മഖ്ദൂറാത്തുൻ ഖവാഇദ ബുയൂത്ത്. ഇന്ന് ചില ആളുകൾ പറയുന്ന അതേ പദം അന്ന് പ്രയോഗിച്ചു. ഞങ്ങൾ അടുക്കളയുടെ 4 ചുമരിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങി കഴിച്ചുകൂട്ടുന്നവരാണ്. ഖവാഇദ ബുയൂത്ത്, വീടുകളുടെ അകത്തളങ്ങളിൽ കഴിച്ചുകൂട്ടുന്നവരാണ് ഞങ്ങൾ. അന്തസ്സും തറവാടിത്തവുമുള്ള സ്ത്രീകളൊക്കെ അങ്ങനെയാണ്, അന്തർജനങ്ങളാണ്. ഉള്ളിൽ കഴിച്ചു കൂട്ടുന്ന ആളുകളാണ്, പുറത്തിറങ്ങാൻ ഇഷ്ടപ്പെടൂല പൊതുവെ. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പുറത്തിറങ്ങൂ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പുറത്തിറങ്ങൽ അവൾക്ക് യോജിച്ചതല്ല. അതുകൊണ്ടുണ്ടാകുന്ന ഫിത്നകളും കുഴപ്പങ്ങളും മുഴുവനും സ്ത്രീകൾക്ക് തന്നെയാണ് വർദ്ധിച്ചു വരുന്നത്. കടകളിലും ജ്വല്ലറികളിലും ഫാൻസി കടകളിലും അതുപോലെ സർവ്വ ഹോട്ടലുകളിലും 5 സ്റ്റാറുകളിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിലും എല്ലാ സ്ഥലത്തും ടെലിഫോൺ ബൂത്തുകളിലും മുഴുവനും പെൺകുട്ടികൾ നിറഞ്ഞപ്പോൾ പെൺവാണിഭം വർദ്ധിക്കുന്നു, തട്ടിക്കൊണ്ടുപോക്ക് വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ ആത്മഹത്യകൾ വർദ്ധിക്കുന്നു. സ്ത്രീകൾക്കുണ്ടാകുന്ന സ്ത്രീത്വത്തിനെതിരെ ഉണ്ടാകുന്ന സർവ്വ കോലാഹലങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകുന്നത് വീട് വിട്ട് പുറത്തിറങ്ങി ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോയിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഫിത്നകളാണ് അല്ലേ? അതല്ലേ സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ. അതുകൊണ്ട് നബിയെ ഞങ്ങൾ വീട്ടിന്റെ അകത്തളങ്ങളിൽ കഴിച്ചുകൂട്ടുന്നവരാണ്. ഖവാഇദ ബുയൂത്ത്, വീടിന്റെ 4 ചുമരിന്റെ ഉള്ളിൽ കഴിച്ചുകൂട്ടുന്നവരാണ് ഞങ്ങൾ. മാത്രമല്ല പുരുഷന്മാരുടെ കാമവികാരങ്ങളെ തണുപ്പിച്ചു കൊടുക്കുന്നവരാണ് ഞങ്ങൾ. പുരുഷന്മാരുടെ വികാരങ്ങൾ തണുപ്പിച്ച് 4 ചുമരിന്റെ ഉള്ളിലായി കഴിച്ചുകൂട്ടുന്നവരാണ്. വഹാമിലാത്തു ഔലാദിഹിം, അവരെ മക്കളെ ഗർഭം ചുമക്കുന്നവരാണ് അല്ലേ? ഞങ്ങൾ പുരുഷന്മാരുടെ വികാരം തീർത്തു കൊടുത്തും അവരെ മക്കളെ ഗർഭം ചുമന്നും 4 ചുമരിന്റെ ഉള്ളിൽ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി കഴിയുന്ന ആളുകളാണല്ലേ ഞങ്ങൾ. അന്ന് പറഞ്ഞു അസ്മാഉ ബിൻത് യസീദ്. ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മഹദി ചോദിക്കാം. തുടർന്ന് പറയാണ്, ഇങ്ങനെയാണ് ഞങ്ങളെ സ്ഥിതി. ഞങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ കഴിച്ചു കൂട്ടുകയാണ്. കുഞ്ഞുങ്ങളെ ഗർഭം ചുമന്നും പ്രസവിച്ചും കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടിയും മക്കളെ പരിപാലിച്ചും 4 ചുമരിന്റെ ഉള്ളിൽ കഴിച്ചു കൂട്ടുന്നവരാണ് ഞങ്ങൾ. പക്ഷേ വഇന്ന റിജാല ഫുള്ളിലൂ ബിൽ ജമാഅത്ത്, പുരുഷന്മാർക്ക് ജമാഅത്ത് കൊണ്ട് ശ്രേഷ്ഠമാക്കപ്പെട്ടിരിക്കുന്നു. കൃത്യമായി പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കുന്നത് പുരുഷന്മാരാണ്. വലിയ പ്രതിഫലം കിട്ടുന്ന അമലാണ്, 27 ഇരട്ടി പ്രതിഫലം. ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന ജമാഅത്താകുമ്പോൾ പ്രതിഫലം വർദ്ധിക്കുന്നു. അങ്ങനെ വഇന്ന റിജാല ഫുള്ളിലൂ ബിൽ ജമാഅത്ത്, ജമാഅത്ത് കൊണ്ട് ശ്രേഷ്ഠമാക്കപ്പെട്ടത് പുരുഷന്മാരാണല്ലോ. നബിന്റെ കാലത്തും അങ്ങനെ തന്നെ ജമാഅത്തിന് കൃത്യമായി പോവാറുള്ളത് പുരുഷന്മാരാണ്. നബിന്റെ മുമ്പിലായി ചോദ്യം, അല്ല നിങ്ങളും വന്നോന്ന് നബി പറഞ്ഞില്ല. അവിടെ ഹദീസിൽ അങ്ങനെ കാണുന്നില്ല. പുരുഷന്മാരെ ജമാഅത്ത് കൊണ്ട് ശ്രേഷ്ഠമാക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല വൽ ജിഹാദ് വശുഹൂദിൽ ജനായിസ്,
യുദ്ധത്തിൽ പങ്കെടുക്കലും പുരുഷന്മാരാണ്. മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുക്കുന്നതും മയ്യത്തിന്റെ കൂടെ നടക്കുന്നതും മയ്യത്ത് കബറടക്കുന്നതും അതൊക്കെ വമ്പിച്ച കൂലി കിട്ടുന്ന കാര്യമാണ്. അതൊക്കെ ചെയ്യുന്നത് പുരുഷന്മാരാണല്ലോ. മയ്യത്തിന്റെ കൂടെ നടന്നാൽ എത്ര പ്രതിഫലമാണ്, അവന്റെ ദോഷങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ്. നമുക്ക് അതിനൊക്കെ മടിയാ. നമുക്ക് നല്ല സൽക്കാരം ഇവിടെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പോകാൻ തരക്കേടില്ല. മരിച്ചോടുത്ത് പോയിട്ട് എന്താ? മയ്യത്തിന്റെ കൂടെ നടക്കുക, ഖബറടക്കുന്ന സമയത്ത് അവിടെ കാത്തിരിക്കുക, മയ്യത്തിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുക, ദുആ ചെയ്യുക, യാസീനിൽ പങ്കെടുക്കുക, മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുക. വമ്പിച്ച പ്രതിഫലം കിട്ടുന്ന അമലാണ്. നാളെ നമുക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടി ചെയ്യാൻ ആളുകൾ ഉണ്ടാവുകയുള്ളൂ. അതിനൊന്നും ആളില്ല. മരിച്ചാൽ അടുത്ത ബന്ധുക്കൾ മാത്രം ഒരു 10-15 ആള്. അത് ഞാൻ ഏറ്റവും ഉഷാറ് കണ്ടത് എൻ്റെ മലപ്പുറം ജില്ലയിലാണ്. ഒരു നാട്ടിലൊരു മരണം ഉണ്ടെങ്കിൽ ആ നാട്ടിലൊരൊറ്റ കുട്ടിയില്ലാതെ പങ്കെടുത്തിട്ടുണ്ടോ? അന്ന് ആരും പണിക്കൊന്നും പോകില്ല. എല്ലാവരും ആ മയ്യത്ത് മറടിയിട്ട് ബാക്കി കാര്യമുള്ളൂ. ഇന്നും നമ്മുടെ നാട്ടിലൊക്കെ ആ വിഷയത്തിൽ ഉഷാറാണ്. മറ്റു പല കാര്യത്തിലും നിങ്ങളാ ഉഷാറ്. ഇവിടെ പലപ്പോഴും കുറഞ്ഞ ആളുകൾ അതിപ്പോ കൂലിട്ടാൻ വേണ്ടി പോകുന്നല്ല. ആ പുതിയാപ്പളിന്റെ വാപ്പയാണ്. പുതിയാപ്പള എന്തേലും വിചാരിക്കൂലേ നമ്മൾ നേരത്തെ പോന്നാല്? അതിനെന്ത് കൂലിയാ കിട്ടുക? പുതിയാപ്പളെ വിചാരിക്കൂല എന്നുള്ളൊരു ഗുണം മാത്രം കിട്ടും. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബന്ധം വിചാരിച്ചിട്ട് പോയിട്ടൊന്നും ചെയ്യുന്നത് ആഖിറത്തിനും വേണ്ടി ചെയ്യണം. ആ നിയ്യത്തുണ്ടെങ്കിൽ ഇതിനൊക്കെ വമ്പിച്ച കൂലിയാ. ഒരുപാട് ദോഷം നമുക്കുണ്ട്, അതൊക്കെ പൊറുക്കപ്പെടും. ശുഹൂദുൽ ജനായിസി, മയ്യത്തിന്റെ പരിപാലനത്തിൽ പങ്കെടുക്കുന്നതും മയ്യത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുരുഷന്മാർക്കാണ്. ജിഹാദ് പുരുഷന്മാർക്കാണ്. അഫനുശാരിക്കും ഫിൽ അജ്രി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ പ്രതിഫലത്തിൽ ഞങ്ങൾ അവരോട് കൂറാകുമോ? ഞങ്ങൾക്ക് നാളെ സ്വർഗത്തിൽ പുരുഷന്മാർ ഒപ്പത്തിനൊപ്പം എത്താൻ കഴിയോ നബിയെ? പുരുഷന്മാരെ കൂടെ സ്വർഗത്തേക്ക് ഞങ്ങൾക്കും പോണ്ടേ? ജമാഅത്തിന് അവർ പോകുന്നു, ജിഹാദിന് അവർ പോകുന്നു, മയ്യത്ത് പരിപാലനത്തിൽ അവർ പങ്കെടുക്കുന്നു, പൊതുപ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ പുരുഷന്മാർക്കാണ്. അഫനുശാരിക്കുഹും ഫിൽ അജ്രി യാ റസൂലല്ലാഹ്, ഞങ്ങൾ അവരുമായി പ്രതിഫലത്തിൽ തുല്യമാകുമോ നബിയേ? നല്ല ചോദ്യമല്ലേ? ആ ചോദ്യത്തിന്റെ ആ ശൈലിയൊക്കെ നിങ്ങൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നബിയല്ലേ എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ട് പുരുഷന്മാർക്ക് ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്. ഞങ്ങൾ ഇതാ വീട്ടിൽ ഇങ്ങനെ 4 ചുമരിന്റെ ഉള്ളിൽ കുട്ടികളെ പോറ്റി പ്രസവിച്ചും കുട്ടികൾക്ക് മുലപ്പാൽ കൊടുത്തും കൂടുകയാണ്. ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടൂലേ? പുരുഷന്മാരുടെ ഒപ്പത്തിനൊപ്പത്താൻ കഴിയോ ഞങ്ങൾക്ക് നാളെ? ഉടനെ അള്ളാന്റെ റസൂൽ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിനെ കൊള്ള തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഹൽ സമിഅതും മഖാലത ഇംറാത്തിൻ അഹ്സന സുആലൻ അൻ ദീനിഹാ മിൻ ഹാദിഹി ശഫീഉനാ റസൂലുള്ളാഹി. ഹൽ സമയത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിന്റെ മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മക്കാലത്ത് ഇംറാത്തിന്, ഒരു പെണ്ണിന്റെ ചോദ്യം. ഒരു പെണ്ണ് ഇതുപോലത്തെ ഭംഗിയായ ചോദ്യം അവളെ ദീനിനെ പറ്റി ചോദിക്കുന്നത് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സഹാബത്ത് പറഞ്ഞില്ല നബിയെ, നല്ല ചോദ്യമായിരുന്നു, നല്ല ചോദ്യമാണ്. ഇത്ര ഭംഗിയായ ഒരു ക്വസ്റ്റ്യൻ, ഇത്ര ഭംഗിയായ ഒരു ചോദ്യം മുമ്പ് ഒരു പെണ്ണ് ചോദിച്ചു ഞങ്ങൾ കേട്ടിട്ടില്ല. ഉടനെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, ആ അസ്മാനെ വിളിച്ചുകൊണ്ട് യാ അസ്മാ, പ്രിയപ്പെട്ട അസ്മാ എന്ന് വിളിച്ചുകൊണ്ട് നബി തങ്ങൾ പറയുകയാണ്, ഇന്ന ഹുസ്ന തബഉലി ഇദാകുന്ന ലിസൗജിഹാ വതലബുഹാ ലിമർളാതിഹി വത്തിബഉഹാ ലിമുവാഫഖതിഹി യഅദിലു കുല്ലമാ ദകർതി ലിർരിജാൽ. നല്ലപോലെ ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ. ഇന്ന ഹുസ്ന തബഉലി ഇദാകുന്ന ലിസൗജിഹാ, നിങ്ങളിൽപ്പെട്ട ഒരു പെണ്ണ്, അസ്മായെ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു പെണ്ണ് തന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കളിതമാശകളിൽ ഏർപ്പെടുന്നതും ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കളിതമാശകളിൽ ഏർപ്പെടുന്നതും വത്വലബുഹാലി മർളാതിഹി, ഭർത്താവിന്റെ തൃപ്തിയെ ആഗ്രഹിക്കുന്നതും വത്തിബഉഹാലി മുവാഫഖതിഹി, ഭർത്താവിനോട് യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതും യഅദിലുമാ കുല്ലമാ ദകർതി ലിർരിജാലി, പുരുഷന്മാർക്ക് പറഞ്ഞ ജമാഅത്ത് ജുമുഅ അതുപോലെ മയ്യത്ത് പരിപാലനം ജിഹാദ് തുടങ്ങിയിട്ടുള്ള സർവ്വ കാര്യങ്ങളോടും ഒപ്പത്തിനൊപ്പമെത്താൻ ഇതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ യുദ്ധത്തിന് പോകണ്ട, ശരീരത്തിൽ ചോരയാക്കണ്ട, കഷ്ടപ്പെടണ്ട, 5 നേരം കൃത്യമായി ജമാഅത്തിന് പള്ളിയിൽ പോവണ്ട, മയ്യത്തിന്റെ കൂടെ നടക്കണ്ട, തൽക്കീനും തസ്ബീത്തും ചെല്ലാൻ പോവണ്ട, അതൊന്നും ചെയ്യാതെ ഭർത്താവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഭർത്താവിനോട് യോജിച്ചുകൊണ്ട് മുന്നേറുക, ഭർത്താവിന്റെ സന്തോഷത്തിന് വേണ്ടി കളി വിനോദങ്ങളിൽ ഏർപ്പെടുക. ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന്, ഈ പുരുഷന്മാരുടെ ദറജ കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ ഫൻസറഫത്ത് അസ്മാഉ വഹിയ തുഹല്ലിലു വതുകബ്ബിറു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ
എന്ന് പറഞ്ഞിട്ട് അസ്മാ തിരിച്ചുപോയി സന്തോഷം കൊണ്ട് തക്ബീർ ചൊല്ലി. സന്തോഷം കൊണ്ട് തക്ബീർ ചൊല്ലിയിട്ട് അസ്മാ കടന്നു പോവുകയാണ്. കാരണം അടുക്കളയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ, 4 ചുമരിന്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ തന്റെ ഭർത്താവിനെ സന്തോഷിപ്പിച്ച്, ഭർത്താവിനോടുകൂടെ യോജിച്ച് പ്രവർത്തിച്ച്, ഭർത്താവിനിക്ക് വഴിപ്പെട്ടുകൊണ്ടൊരു പെണ്ണ് ജീവിച്ചാൽ ജമാഅത്തിന് പോകുന്ന പുരുഷന്മാരുടെ, മയ്യത്തിന്റെ കൂടെ പോകുന്ന പുരുഷന്മാരുടെ, യുദ്ധത്തിന് പോകുന്ന പുരുഷന്മാർക്ക് കിട്ടുന്ന കൂലി കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹോദരിമാരെ അറിയിക്കുകയാണ്. എത്ര എളുപ്പമാണ് അവർക്ക് പുണ്യം വാരിക്കൂട്ടി വലിയ ദർജയിലെത്താൻ. പക്ഷേ നബി നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഖലീലും മിൻകുന്ന മയ്യഫലുഹു, നിങ്ങളെ കൂട്ടത്തിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന പെണ്ണുങ്ങൾ വളരെ കുറവാട്ടോ. സംഗതി വളരെ എളുപ്പമാണ്. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ സ്വർഗം വാങ്ങാൻ പറ്റുന്ന ആളുകൾ വളരെ കുറവാണ്. ബാക്കി എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിലും പുതിയാപ്പളിനനുസരിക്കൂല. മൂപ്പര് പറഞ്ഞതിനെതിരെ പറയുള്ളൂ. കേക്കോട്ട് പറഞ്ഞാൽ വടക്കോട്ടേ പോകും. ആനുണ്ടാവും. അത് പിന്നെ ഈ ബാത്ത് ചെയ്തിട്ട് കാര്യമില്ല. ഭർത്താവിനോടുള്ള ഹക്ക് വീട്ടിയെങ്കിലേ അള്ളാഹിനോടുള്ള ഹക്ക് വീട്ടുള്ളൂ. നോക്കി, നിങ്ങൾ നിസ്കാരം കൃത്യമായി നിസ്കരിക്കും, റമദാൻ മാസം നോമ്പ് വെൽക്കും, സദക്ക കൊടുക്കും, വയലിന്റെ മജ്‌ലിസിലേക്കൊക്കെ വലിയ സംഭാവനകൾ ഒക്കെ ഉണ്ടാവും. പുതിയാപ്പളന്റെ മനസ്സിലൊരു സ്ഥാനം ഉണ്ടാവില്ല. പൊന്നാർ ഉസ്താദെ അവളെ ഖുർആനോത്തും നിസ്കാരമൊന്നും നോക്കണ്ട, എന്നോട് പറയണ ഓരോ വർത്താനം കേൾക്കണ്ടേ. അതാണ് അവിടെ കഴിഞ്ഞ്, അതോടുകൂടെ തീർന്ന്. പിന്നെ ഒരു ഗുണവും എടുത്തു പറയാനില്ല. അതാ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ അങ്ങനെ സ്വർഗം വാങ്ങാൻ പറ്റുന്ന ആളുകൾ വളരെ കുറവാ. 4 ചുമരിന്റെ ഉള്ളിൽ നിന്ന് സമ്പാദിക്കാൻ പറ്റിയ വലിയ ദർജയാണത്. പക്ഷെ അതിന് സാധിക്കുന്ന ആളുകൾ വളരെ കുറവാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു അത് സാധിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ സഹോദരിമാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിശുദ്ധ ഖുർആനും പഠിപ്പിക്കുന്ന ഒന്നാമത്തത്, ഭർത്താവിന് വഴിപ്പെടുക. അത് മറക്കണ്ട, ഒന്നതാണ്. രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരികയാണ്. അതിനു മുമ്പ് ഒരൊറ്റ ഹദീസും കൂടി ചുരുക്കി കേൾപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഗ്രഹണ നിസ്കാരത്തിന് ഇമാമായി നിന്നു. സൂര്യഗ്രഹണ നിസ്കാരം. ആ സൂര്യഗ്രഹണ നിസ്കാരത്തിന് ഇമാമായി നിൽക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ മിഹ്റാബിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്തോ സാധനം എടുക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നത് പോലെ പ്രവാചകൻ മുന്നോട്ട് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പേടിച്ചുകൊണ്ട് പിന്മാറുന്നത് പോലെ പിറകോട്ട് മാറി. സഹാബത്തിനൊന്നും മനസ്സിലായില്ല. നിസ്കാരമെല്ലാം ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, തങ്ങൾ എന്താണ് നിസ്കാരത്തിൽ മുന്നോട്ട് നടക്കുന്നത് ഞാൻ കണ്ടു, ബേക്കോട്ട് നടക്കുന്നതും ഞാൻ കണ്ടല്ലോ, എന്ത് പറ്റി നബിയെ നിസ്കാരത്തിൽ? അള്ളാന്റെ റസൂല് പറയുന്നു, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, സ്വഹാബത്തെ, ഞാൻ നിങ്ങൾക്ക് ഇമാമായി മിഹ്റാബിൽ നിൽക്കുമ്പോൾ അള്ളാഹു സ്വർഗം എന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. ഞാൻ ശരിക്ക് സ്വർഗം ഇങ്ങനെ കണ്ടു. ഇന്നത് പറഞ്ഞാൽ പ്രയാസമല്ല. ഇനി നമ്മൾ ലൈവായിട്ട് കാണുന്നുണ്ടല്ലോ, അമേരിക്കയിലും റഷ്യയിലും ഫ്രാൻസിലും നടക്കുന്നത്, എവിടെ നടക്കുന്ന കളിയും നമ്മളെ ബെഡ്റൂമിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ സ്വർഗം ഇങ്ങനെ കാണിച്ചു കൊടുത്തു. സ്വർഗം കണ്ടപ്പോൾ, അതിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു മുന്തിരിക്കുല കണ്ടപ്പോൾ അതെന്റെ തൊട്ടു മുമ്പിലായി എനിക്ക് തോന്നി. ആ മുന്തിരിക്കുല കണ്ടപ്പോൾ എനിക്ക് ആശയുണ്ടായി, അത് പറിച്ചെടുക്കാനും നിങ്ങൾക്കൊക്കെ വിതരണം ചെയ്യാനും ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ആ മുന്തിരിക്കുല പറിച്ചെടുക്കാൻ വേണ്ടി ഞാൻ മുൻപോട്ട് നടന്നതാണ് സഹാബത്തെ. ശഫീഉനാ റസൂലുള്ളാഹി